എ മുതൽ എഫ് വരെ എന്തൊക്കെ സെക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി ഓർക്കാൻ പറ്റും. എങ്ങനെയാണ് ആ കോഡ് എന്ന് പരിശോധിക്കാം. ഈ കോഡ് SMT, അതായത് ശ്രീമതി മായശ്രീ കെ എന്നാണ്. ഒരു സ്ത്രീയുടെ പേര് ശ്രീമതി മായശ്രീ കെ. ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. 3 ക്യാപിറ്റൽ, ഇവിടെ M, S ക്യാപിറ്റൽ, K ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക. ഇത് 66A ഓർക്കാനുള്ള കോഡ്. ഇത് B, ഇത് C, ഇത് D, ഇത് E, ഇത് F. ഇനി എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെക്ഷൻ്റെ എക്സ്പ്ലനേഷനും ഇതുമായി കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവ ഓരോന്നും മലയാള സിനിമയിലെ ഓരോ സിനിമകളുടെ ആദ്യത്തെ അക്ഷരമാണ്. PSC പഠനം ഒരു തപസ്സായി ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ PSCtalks നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കൂട്ടം അധ്യാപകരാണ് ഇതിലെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 15,000 മിനിറ്റ് സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസുകൾ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 1989 മുതൽ 2020 വരെ ചോദിച്ച മുഴുവൻ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കീവേഡ് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ആപ്ലിക്കേഷനിൽ കാണാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ക്വിസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, വീഡിയോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പോലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCRT സ്കൂൾ പാഠപുസ്തകങ്ങൾ വേറെയും ഉണ്ട്. എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയാത്ത ഒരാൾക്കും മത്സര പരീക്ഷകളിൽ ഒരു 100 റാങ്കെങ്കിലും മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 100% പ്രയോജനകരമായിരിക്കും PSCtalks എന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. വിശ്വസിക്കാം. പരീക്ഷയുടെ മാധ്യമം ഏതായാലും, പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയായാലും, PSCയുടെ സിലബസ് എന്ത് തന്നെയായാലും മറ്റേത് പഠന സഹായേക്കാളും തികച്ചും വ്യത്യസ്തവും പുതുമയും നിറഞ്ഞ രീതിയിലാണ് PSCtalks ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തത് സന്ദേശം. സന്ദേശം എന്ന സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീനിവാസൻ, ജയറാം കൂട്ടുകൾ പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന പ്രസിദ്ധമായ സിനിമാ വാചകമുള്ള സന്ദേശം എന്ന സിനിമ. ആദ്യത്തെ 66A സെക്ഷൻ എന്താണ്? ഒരു വ്യക്തിയെ അപമാനിക്കുക, ബുദ്ധിമുട്ടിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടി ഇലക്ട്രോണിക് സന്ദേശങ്ങൾ സൃഷ്ടിക്കൽ, സ്വീകരിക്കൽ, പ്രചരിക്കൽ. അതാണ് 66A. അത് ഓർക്കാനുള്ള എളുപ്പമാർഗം സന്ദേശം. അടുത്തത് മീശമാധവൻ. മീശമാധവൻ എന്ന സിനിമ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുള്ള ദിലീപിൻ്റെ, അതിൻ്റെ കഥയുടെ ഇതിവൃത്തവും നമുക്കറിയാം. കള്ളൻ്റെ കഥയാണ് അല്ലേ? 66B സെക്ഷനിൽ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടർ അനുബന്ധ വസ്തുക്കൾ അവ മോഷ്ടിക്കപ്പെട്ടതാണ് എന്നറിഞ്ഞുകൊണ്ട് കയ്യിൽ സൂക്ഷിക്കുക. അത് കുറ്റകരമാക്കുന്ന വകുപ്പാണ് 66B. അത് ഓർക്കാൻ ആ കള്ളൻ്റെ സിനിമ തന്നെ ഓർക്കുക. അടുത്തത് ടി ടു ഹരിഹർ നഗർ. ഈ സിനിമയിൽ നമുക്കറിയാം